തിരുനാമം എന്തഭിരാമം ആതുരക്കാനന്ദമാം വിശ്രാമം ഭക്തരിനുൾ പ്രേമം വൻതിരയേറും സിന്ധുവാം ലോകം താണ്ടുവതിന്നുതകുന്ന നാമം അനുദിനം പുകഴ്ത്തുക നാം അനുദിനം പുകഴ്ത്തുക നാം. ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് സാനിധ്യ സുരക്ഷയാണ്. ഇന്ന് ആചാര്യപരമായ ചിന്ത പങ്കുവയ്ക്കുന്ന കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. നാം കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ ആരാധനയ്ക്ക് യോഗ്യമായ അനേക വേദഭാഗങ്ങൾ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ ഒരു ആരാധനയുടെ അനുഭവം വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചിതമായ വേദഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവനാമത്തിന് മഹത്വം. അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാന് പത്മോസിൽ വെച്ച് സ്വർഗത്തിലെ കർത്താവ് ദൈവിക പദ്ധതിയുടെ വിവരണങ്ങൾ ദർശനങ്ങളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുവാനും ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി ആരുള്ളൂ എന്ന ചോദ്യത്തിന് ആരെയും കാണാൻ കഴിയാതെ അത് കണ്ട് ഏറ്റവും കരയുന്ന യോഹന്നാൻ, ആ യോഹന്നാനോട് മൂപ്പന്മാരിലൊരുവൻ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. 8-ാം വാക്യത്തിൻ്റെ ഒടുവിലും ആ കർത്താവിൻ്റെ മുമ്പാകെ വീണ് കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ പറയുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണ്? 5-ാം വാക്യത്തിൽ ജയം പ്രാപിച്ചവനാണ് നമ്മുടെ കർത്താവ്. യഹൂദയുടെ സിംഹമായി, ദാവീദിൻ്റെ വേരുമായവൻ ഈ ലോകത്തിലേക്ക് ഒരിക്കൽ വന്നു. അവൻ നിത്യരാജാവെങ്കിലും മനുഷ്യനായി വന്ന് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരണത്തെ ജയിച്ച് പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയും ക്രൂശിൽ ആയുധം വർഗം വെച്ച് തോൽപ്പിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അത് നിമിത്തം ഈ ന്യായവിധിയുടെ പുസ്തകം തുറക്കുവാനും മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി നമ്മുടെ കർത്താവ് തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന കർത്താവിൻ്റെ പല പ്രത്യേകതകളിലൊന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, ന്യായം വിധിക്കുവാൻ യോഗ്യനായവനാണ് നമ്മുടെ കർത്താവ്. 2-ാമത്തെ ആശയം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു, അതിന് 7 കൊമ്പും. ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെക്കുറിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 7 കൊമ്പ് എന്നാണ്. കൊമ്പ് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ എല്ലാ അധികാരവുമുള്ളവനായിട്ടാണ്, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവുമുള്ളവനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ ഇവിടെ
ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവനായി, ഭൂമിയെ മുഴുവൻ ഭരിക്കുവാൻ അധികാരമുള്ളവനായി, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും ലഭിച്ചവനായി നിൽക്കുന്ന നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. അധികാരമുള്ള സർവശക്തനായ ദൈവമായ കർത്താവ്, ആ കർത്താവിനെയാണ് നാം ഇപ്പോൾ ആരാധിക്കുന്നത്. മൂന്നാമത്തെ ആശയം ഇവിടെ എഴുതിയിരിക്കുന്നത് 9-ാം വാക്യത്തിൽ, നീ അറുക്കപ്പെട്ടു. നീ അറുക്കപ്പെട്ടു നമ്മുടെ കർത്താവിൻ്റെ യാഗമരണത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്നാപക യോഹന്നാൻ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നു, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിലേക്ക് വന്ന് സർവ്വ മനുഷ്യരാശിയുടെയും എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ക്രൂശിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവ്, അറുക്കപ്പെട്ട കർത്താവ്. എന്നാൽ അറുക്കപ്പെട്ട ആ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം ക്രിസ്തു വരുത്തിയിരിക്കുന്നു. നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ പാപം പൂർണ്ണമായും പരിഹരിച്ച നമ്മുടെ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. മറ്റൊരു വാക്കും കൂടെ അവിടെ നാം കാണുന്നുണ്ട്. ഈ കർത്താവ് ദൈവത്തിനായി ചിലരെ വിലയ്ക്ക് വാങ്ങി. സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വന്തം രക്തത്താൽ, തൻ്റെ രക്തത്താൽ. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ വില എല്ലാ ഭൂമിയിലെ എല്ലാ വസ്തുവകകളേക്കാൾ വിലയുള്ളതാണ്. നശിച്ചു പോകുന്ന ഒന്നിനോടും തുല്യപ്പെടുത്തുവാൻ കഴിയാത്ത നമ്മുടെ കർത്താവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം കർത്താവിൻ്റെ വകയാണ്. നാം കർത്താവ് വിലയ്ക്ക് മേടിച്ചവരാണ് നാം. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവൻ്റെ മക്കളായ നാം ആ വിലയേറിയ രക്തം ചൊരിഞ്ഞ കർത്താവിനെ കാണുകയാണ്. വിലയ്ക്ക് വാങ്ങിയവനെ നാം കാണുകയാണ്. വിലയ്ക്ക് വാങ്ങിയവനും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുമാണ് നാം. നമ്മുടെ കർത്താവിനെ വിലയ്ക്ക് വാങ്ങിയവനെ, നമ്മെ വിലയ്ക്ക് വാങ്ങിയവനെ ആരാധിക്കുന്ന നിമിഷമാണത്. കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ വിലയ്ക്ക് വാങ്ങിയവനാണ്, അറുക്കപ്പെട്ടവനാണ്, വിലയ്ക്ക് വാങ്ങിയവനാണ്. ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്! നാം ആരാധിക്കുന്ന കർത്താവ് ജയം പ്രാപിച്ചവൻ, അധികാരമുള്ളവൻ, അറുക്കപ്പെട്ടവൻ, വിലയ്ക്ക് വാങ്ങിയവൻ. ഈ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.